വേദാന്തി എന്ന് വിളിക്കലാണ് എനിക്കിഷ്ടമെന്ന് സ്വാമിജി പറഞ്ഞിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വം 7 വോള്യങ്ങളായി, അത് പിന്നീട് വിപുലീകരിച്ച് 8 വോള്യങ്ങളാക്കി. അതിലെല്ലാം നടക്കുന്ന ചില ചർച്ചകൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നമ്മൾ ആരും അന്യരല്ല. നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം, ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും, ലോകമാണ് തറവാട്. സത്യം അതാണ്. വസുദൈവ കുടുംബകം. നേരത്തെ പാകിസ്ഥാൻ ഉദ്ധരിക്കുകയുണ്ടായി. പാകിസ്ഥാനിലുള്ള ആളുകളുടെ വേദനയും നമ്മുടെ വേദനയും ഒന്നാണ് എന്നർത്ഥത്തിൽ ഇവിടെ സ്വാമിജി സൂചിപ്പിക്കുകയുണ്ടായി. ഏത് രാജ്യക്കാരാവട്ടെ അവരൊക്കെ ആരാണ്? ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും, ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം, എല്ലാം ദൈവത്തിന്റെ ഭൂമിയാണിത്. ഭഗവത്ഗീതയിൽ ഞാനൊരു കടയിൽ അല്പസാധനം വാങ്ങിക്കാൻ നമ്മൾ അവിടെ ഭഗവത്ഗീതയുടെ മെസ്സേജ്, സന്ദേശം എന്ന് പറഞ്ഞു കൊടുത്തൊരു വാചകം ഇതാ: ഈ ഭൂമി ഇന്നലെ ആരുടേതോ ആയിരുന്നു, ഇന്ന് നമ്മുടെ കൈകളിലേക്ക് നാം അനന്തരമെടുക്കും. നാളെ നമ്മളിൽ നിന്ന് മറ്റൊരു തലമുറ ഇത് അനന്തരമെടുക്കും. നമ്മളൊക്കെ മരിച്ചു പോകും. നമ്മൾ ഗൗരവമായി മതത്തെ സമീപിച്ചിട്ടില്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും അഭിരമിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത്. സ്വാമിജി സൂചിപ്പിച്ചു, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ക്ഷേത്രങ്ങളിലും മതാലയങ്ങളിലും ഒക്കെ അഭംഗുരമായി തുടരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു എക്സാം നടക്കുമ്പോ ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മൾ ഒരു മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കൈകളിൽ കിട്ടുന്നതെങ്കിൽ അതിലെന്താണോ ചോദിച്ചത് അതിന് മറുപടി എഴുതണം, അതിനാണ് ആൻസർ ചെയ്യേണ്ടത്. അതുപോലെ ഒരു മലയാളം ചോദ്യ പേപ്പർ കിട്ടിയാൽ അതിലെന്താണോ അതാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മുടെ എല്ലാ അറിവും അതിൽ എഴുതി ചേർക്കുക എന്നതല്ല. അതുപോലെ എന്താണോ വേദഗ്രന്ഥം പഠിപ്പിച്ചത്, എന്താണോ ആചാര്യന്മാർ കൃത്യമായി പഠിപ്പിച്ചത്, അതാണ് മതം. അതിലപ്പുറത്ത് പൗരോഹിത്യം, എല്ലാ മതസമൂഹങ്ങളിലും പൗരോഹിത്യം കടന്നു കയറിയിട്ടുണ്ട്. ഇതെന്തിനാ ഞാൻ ഇങ്ങനെ പറയുന്നത്? അതിനെന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഞാൻ പറയാം. അതായത് നിങ്ങളുടെ, എനിക്ക് ഏറ്റവും പ്രിയങ്കരനായി സ്വാമിജി എന്ന് വിചാരിക്കുക, ഞങ്ങൾ അയൽവാസികളാണ് എന്ന് വിചാരിച്ചോളൂ. ഫോർ എക്സാമ്പിൾ, ഗോപാലൻകുട്ടി മാഷ് കേസരിയുടെ പത്രാധിപരാണ്, ഞങ്ങൾ അയൽവാസികളാണ്, ഞങ്ങൾ സുഹൃത്തുക്കളാണ്, വേദികൾ പങ്കുവെക്കുന്നവരാണ്. ഗോപാലൻകുട്ടി മാഷയുടെ ഒരു മകൾ, അവൾ ഒരു പുരുഷന്റെ കൂടെ ഓടിപ്പോയി എന്ന് സങ്കല്പിക്കൂ, അല്ലെ എന്റെ ഒരു മകൾ ഒളിച്ചുപോയി എന്ന് സങ്കല്പിക്കൂ. അപ്പൊ ഗോപാലൻകുട്ടി മാഷ് എന്റെ വീട്ടിലേക്ക് കയറി വരികയാണ്. എന്നാൽ മാഷ് പറയുന്നു, 5 വർഷമായി നിന്റെ കുട്ടി ഇങ്ങനെ ഒരു പുരുഷനുമായി പ്രേമത്തിലാണെന്ന് എനിക്കറിയാമായിരുന്നു, അവരിത് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ ഞാൻ പറയാതിരുന്നതാണ് എന്ന് ഈ ഒരു ദുഃഖാവസ്ഥയിൽ വന്ന് പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? ഒരച്ഛന്റെ മകൾ ഓടിപ്പോയതിന്റെ നൊമ്പരവുമായി ഒരച്ഛൻ കഴിയുന്ന സമയത്ത് അയൽവാസി വന്നിട്ട് പറയാണ്, ഇതെനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ കരണക്കുട്ടിക്കൊന്ന് പൊട്ടിക്കാനല്ലേ തോന്നുക? എന്താ കാരണം? സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ തന്റെ മകൾ ഇങ്ങനെ വഞ്ചിക്കുമെന്ന വാർത്ത തന്റെ കൂട്ടുകാരൻ തന്നോട് പറയേണ്ടതായിരുന്നു. അറിഞ്ഞിട്ടും പറഞ്ഞില്ല എന്നത് വഞ്ചനയാണ്, ചതിയാണ്. ഉള്ളിൽ ഒന്ന് വെച്ച് പുറത്തൊന്ന് സംസാരിക്കുക എന്നത് നേരത്തെ എല്ലാവരും അംഗീകരിച്ച ഹൃദയശുദ്ധിയുള്ളവർക്ക് ചേർന്നതല്ല. ഹൃദയശുദ്ധിയുള്ളവർ എന്താണോ സത്യം അത് പറയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ചില സത്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. മഹാഭാരത യുദ്ധം നടക്കുമ്പോ അർജുന്, നിങ്ങൾക്കറിയാം, ഗാന്ധാരിയോട് ദുര്യോധനൻ ചോദിച്ചു, അമ്മേ നമ്മൾ ജയിക്കുമോ? ഗാന്ധാരി പറഞ്ഞത്, യഥോ ധർമ്മസ്ഥതോ ജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയിക്കണം. നമ്മുടെ ഹൈക്കോടതിയുടെ ആർച്ചിൽ എഴുതി വെച്ചൊരു വാചകമുണ്ട്, സത്യമേവ ജയതേ, സത്യമേവ ജയതേ, സത്യമേ ജയിക്കാവൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ മുസ്ലിം ജയിക്കണം, ഹൈന്ദവൻ ജയിക്കണം, ക്രൈസ്തവൻ ജയിക്കണം, പാകിസ്ഥാനും ഇന്ത്യയും ജയിക്കണം, അമേരിക്ക ജയിക്കണം, ചൈന ജയിക്കണം എന്നല്ല. സത്യം ആരുടെ കൂടെയാണോ അത് ജയിക്കണം. സത്യം എവിടെയാണോ അത് വിജയിക്കണം. സത്യം എന്താണോ അവിടെ എത്തണം. നിങ്ങൾക്കറിയാം, ശ്രീമദ് ഭഗവത്ഗീത 18 അധ്യായമാണ്. ഭീഷ്മപർവം മുതലാണ് അത് ആരംഭിക്കുന്നത്. ഭഗവത്ഗീതയിലെ 25-ാം അധ്യായം മുതൽ 42 വരെ നീണ്ടു കിടക്കുന്ന ഭഗവത്ഗീത, അതിലെ 4-ാം അധ്യായത്തിലെ 7-8 ശ്ലോകങ്ങൾ, സൂക്തങ്ങൾ ഇതിങ്ങനെയാണ്: യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചകൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പോ, അധർമ്മം കൊടികുത്തി വാഴുമ്പോ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി യുഗങ്ങൾ തോറും അർജുന ഞാൻ അവതരിക്കുന്നു എന്നാണ്. ഇസ്ലാമിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇസ്ലാമിലെ ഒരു പ്രത്യേകത, ഒരു മനുഷ്യൻ ഒരു നാട്ടിൽ ജനിക്കും, അയാളെ എല്ലാവർക്കും അറിയാം. അച്ഛനും അമ്മയ്ക്കും ജനിച്ച ഒരു കുഞ്ഞിനെ പോലെ ആമിനയുടെ അബ്ദുള്ളയുടെ മകനായി ജനിച്ചു. എന്നിട്ട് അവർക്കിടയിൽ വളർന്നു.
ഒരു തിന്മയും ചെയ്യാതെ വളർന്നു. അവർക്കിടയിൽ മാതൃകയായി. അദ്ദേഹം പ്രവാചകനാകുമ്പോഴുള്ള മെച്ചം അദ്ദേഹത്തെ അവർക്കറിയാം. അദ്ദേഹത്തിന്റെ എല്ലാ അവസ്ഥകളും അറിയാം. അദ്ദേഹം ആ നാട്ടിൽ ജീവിച്ചിട്ടും ആ നാട്ടിലെ ഒരു തിന്മയിലും അദ്ദേഹം പങ്കെടുത്തില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നതിന് മുകളിലേക്കെടുക്കേണ്ടതുണ്ട് എന്ന വിശ്വാസം. അതുകൊണ്ടാണ് അവിടെ അവതാര സങ്കല്പമല്ല, പ്രവാചകന്മാരാണ് ഇസ്ലാമിലുള്ളത്. പ്രവാചകന്മാർ ഓരോ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ വരും. അവരാണ് സനാതന മൂല്യങ്ങൾ പഠിപ്പിക്കുക. അതിന് ശ്രുതികൾ, സ്മൃതികൾ എന്നാണ് ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ നമ്മൾ രണ്ടാക്കി തിരിച്ചു പഠിക്കുന്നത്. എന്താണ് ശ്രുതി, എന്താണ് സ്മൃതി? ശ്രുതി എന്ന് പറഞ്ഞാൽ ശ്രവിക്കപ്പെട്ടത് എന്നാണ്. ദൈവത്തിങ്കൽ നിന്ന് മാലാകമാർ മുഖാന്തരം ഋഷീശ്വരന്മാർക്ക് നൽകിയ കൃത്യമായ ദൈവപ്രോക്ത ആശയങ്ങൾ, അതാണ് ശ്രുതി. എന്താണ് സ്മൃതി? ആചാര്യന്മാരുടെ ഓർമ്മകളിൽ നിന്ന് അവർ നമുക്ക് പകർന്നു തന്ന മൊഴിമുത്തുകളെയാണ് യഥാർത്ഥത്തിൽ സ്മൃതികൾ എന്ന് പറയാം. നമുക്കറിയാം വേദങ്ങൾ, ചതുർവേദം, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദം. ഈ ചതുർവേദങ്ങൾക്ക് പുറമെ 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, അതിൽ സവിശേഷമാക്കപ്പെട്ട ദശോപനിഷത്തുക്കൾ, ഇതെല്ലാം ഉണ്ട്. ഞാൻ വിനീതമായി ചോദിക്കുകയാണ്, വളരെ മതസൗഹാർദ്ദവും മാനവിക സൗഹാർദ്ദവും ഒക്കെ മാറ്റിവെച്ചിട്ട് തന്നെ, ഈ ചർച്ചകളൊക്കെ മാറ്റിവെച്ചിട്ട് മനുഷ്യരൊന്നാകാൻ, മനുഷ്യർക്കിടയിൽ പ്രശ്നമില്ലാതിരിക്കാൻ കേവല സുഖിപ്പിക്കുന്ന വാക്കുകൾക്കപ്പുറത്ത് ദൈവം അവതരിപ്പിച്ച കൃത്യമായ വല്ല ദർശനവും ലോകത്തുണ്ടോ? എനിക്കും നിങ്ങൾക്കും തമ്മിത്തല്ലാത്ത, കഴുത്തറുക്കാത്ത, പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്ന, ആലിംഗനം ചെയ്യാൻ കഴിയുന്ന, കെട്ടിപ്പിടിക്കാൻ കഴിയുന്ന, ഒന്നാകാൻ കഴിയുന്ന, ഒരാൾ നടന്നു പോകുമ്പോൾ അവനെ കുറിച്ച് ഒരു ശത്രുതയുമില്ലാത്ത മനസ്സുണ്ടാക്കാൻ ദൈവം ശരിക്കും ഇവിടെ വല്ലതും അവതരിപ്പിച്ചിട്ടുണ്ടോ? മനുഷ്യാചാര്യന്മാരല്ലാത്ത, പണ്ഡിതന്മാരല്ലാത്ത ദൈവത്തിങ്കൽ നിന്ന് കൃത്യമായി അവതരിപ്പിക്കപ്പെട്ട വചനങ്ങളുണ്ടോ? സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജത്തിന്റെ സ്ഥാപകന്, ലൈറ്റ് ഓഫ് ട്രൂത്ത് അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥമാണ്. ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വളരെ സവിസ്തരമായ ഒരു ചർച്ചയുണ്ട്. അതിൽ ഞാൻ നമ്മുടെ ഉദ്ഘാടകൻ 88 വയസ്സുള്ള ഇപ്പോഴും ആരോഗ്യവാനായ ആ ഉദ്ഘാടകൻ, അദ്ദേഹം പറഞ്ഞ മദ്യപാനവുമായി ബന്ധപ്പെട്ട് ഞാൻ അവസാനം വരും. സുഹൃത്തുക്കളെ, വളരെ പ്രധാനമാണ് ഒറ്റ ദൈവമേ ഉള്ളൂ എന്ന വിശ്വാസം. ഇവിടെ ഈ കരുനാഗപ്പള്ളിയിലും നമ്മുടെ ഓച്ചിറ ക്ഷേത്രത്തിലും ഇവിടെ പരിസരത്തുള്ള പല ക്ഷേത്രങ്ങളിലും എനിക്ക് പ്രസംഗിക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ബഹുമത സമ്മേളനങ്ങളിൽ ലോകാടിസ്ഥാനത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലും പങ്കെടുക്കാൻ ഈ കാലയളവിൽ പടച്ചവന്റെ അനുഗ്രഹത്താൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സ് തട്ടി ചോദിക്കുകയാണ്, ആ ഒരൊറ്റ ദൈവമേ ഉള്ളുവെങ്കിൽ, അവന്റെ സൃഷ്ടികളാണ് ഇവിടെയുള്ള എല്ലാവരുമെങ്കിൽ, ആ ദൈവത്തെ മാത്രം ആരാധിക്കുക എന്നത് എന്തുകൊണ്ട് പഥ്യമല്ലാതെ പോയി? എന്തുകൊണ്ട് മാനവ സമൂഹത്തിന് സ്വീകാര്യമല്ലാതെ പോയി? ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാറ്റിനെയും സൃഷ്ടിച്ചതാ. അപ്പൊ നമുക്കിവിടെ താൽക്കാലികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ പ്രാണികളെയൊക്കെ സൃഷ്ടിച്ച ഒരാളുണ്ടല്ലോ, അതാണ്. ആ സൃഷ്ടാവിനെ ആരാധിച്ചാൽ നമുക്കിടയിലെ പ്രശ്നം അവസാനിക്കും എന്ന് ലോകത്തിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കും. അതിൽ നിന്ന് വ്യത്യാസം വന്ന കാലഘട്ടങ്ങളിലെല്ലാം, അതിൽ നിന്ന് അഭിപ്രായ ഭിന്നതകൾ വന്ന കാലഘട്ടത്തിലെല്ലാം മനുഷ്യർക്കിടയിൽ വിഭാഗീയതകൾ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ, ഒടുവിലത്തെ ഗ്രന്ഥമായ ദൈവിക ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, അതിന്റെ 2-ാം അധ്യായം 213-ാമത്തെ സൂക്തത്തിൽ പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാനന്നാസു ഉമ്മത്തൻ വാഹിദ ഫബഅസല്ലാഹു നബിയ്യീന വമുബശ്ശിരീന വമുൻദിരീന വഅൻസല മഅഹുൽ കിതാബ ബിൽ ഹഖ് ലിയഹ്കുമ ബൈനന്നാസ് ഫീമാ ഇഖ്തലഫു ഫീ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മനുഷ്യ സമുദായം ഒരച്ഛന്റെയും അമ്മയുടെയും മക്കളായി. ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ ഓർത്താൽ ഒരൊറ്റത്തറ വാട്ടുകാർ നാം നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തന്മുന്തിരിക്കൊത്ത മനുഷ്യവർഗം. ഒരച്ഛന്റെ അമ്മയുടെ മക്കളായിരുന്നു നമ്മളെല്ലാം. എന്നിട്ട് ഖുർആൻ പറയാണ്, പിന്നീട് അവർ വ്യത്യസ്ത ദിക്കുകളിൽ താമസിക്കുകയും വ്യത്യസ്തരായി തീരുകയും അവർ പ്രകൃതിയെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തു, സൃഷ്ടിജാലങ്ങളെ. ഇപ്പൊ യഥാർത്ഥത്തിൽ വേദഗ്രന്ഥം പറയണമെന്നറിയും, സൃഷ്ടി പഠനത്തിലൂടെ സൃഷ്ടാവിലേക്ക് എന്നതാണ്. പലപ്പോഴും നമ്മൾ എത്തുന്നത് എവിടെയാണ്? സൃഷ്ടി പഠനത്തിലൂടെ സൃഷ്ടിയെ ആരാധിക്കുന്നതിലേക്കാണ് നാം എത്തുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. സ്വാമിജി പറഞ്ഞ ഒരേ പോയിന്റിൽ നിന്നുകൊണ്ട് ഞാൻ ആ വിഷയം, ആൽമരം ഔഷധ ചെടിയാണ്, യാതൊരു സംശയക്കാര്യത്തിൽ ആർക്കും വേണ്ട. ആൽമരത്തിൽ നിന്ന് രാത്രിയിൽ നമുക്ക് ഓക്സിജൻ ലഭിക്കുന്നു. അതിന്റെ ചുവട്ടിൽ സ്ഥിരമായിരുന്നാൽ ആരോഗ്യം ഉണ്ടാവും. പക്ഷേ ആൽമരം ഓക്സിജൻ നൽകുന്നു എന്നതുകൊണ്ടോ ആൽമരം ഔഷധ ചെടിയാണെന്നതുകൊണ്ടോ അതിനെ ആരാധിക്കാൻ പറ്റില്ല. എന്താ കാരണം? അതിന് ആ കഴിവ് കൊടുത്തൊരു സൃഷ്ടാവ് ഇവിടെയുണ്ട്. വളരെ പ്രധാനമായ ഒരു പോയിന്റാണ്. ONV കുറുപ്പ് കവിത രചിക്കുന്നു, ഭൂമിക്കൊരു ചരമഗീതം.
ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതക്കല്ല അവാർഡ്, ONV കുറുപ്പ് എന്ന പ്രതിഭക്കാണ് അവാർഡ്. കാനായി കുഞ്ഞിരാമൻ ഒരു പ്രതിമ നിർമ്മിച്ചാൽ പ്രതിമയുടെ കഴുത്തിലല്ല നമ്മൾ മാലയാർത്തുന്നത്, കാനായി കുഞ്ഞിരാമനാണ്. യേശുദാസ് ഒരു ഗാനം ആലപിച്ചാൽ യേശുദാസിലെ പ്രതിഭക്കാണ് അവാർഡ്. അതുപോലെ തന്നെയാണ് ഒരു പന്നീർ പുഷ്പത്തെ കണ്ടാൽ അതിനെ സൃഷ്ടിച്ച സിട്ടാവിനെയാണ് ഓർമ്മ വരേണ്ടത്. ഏതുപോലെ ആ സ്വാമി ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശത്തിൽ ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നിടത്ത് പറയുന്നു, ബിംബാരാധനയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് സ്വാമിജി നൽകുന്ന മറുപടി, ദൈവത്തിലേക്ക് എത്താൻ ബിംബത്തെ വേണമെന്ന് ഒരു ചോദ്യകർത്താവ് ചോദിക്കുന്നു. അതിന് സ്വാമിജിയുടെ മറുപടി, നിനക്കൊരു പുഷ്പത്തെ കാണുമ്പോ ദൈവത്തെ ഓർക്കാൻ അതുവഴി സാധിക്കുന്നുണ്ടോ? നിനക്കൊരു മരത്തെ കാണുമ്പോൾ ദൈവത്തെ ഓർക്കാൻ സാധിക്കുന്നുണ്ടോ? നിനക്കൊരു നദി കാണുമ്പോൾ ദൈവത്തെ ഓർക്കാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ പ്രതിമ ആവശ്യമില്ല. ദൈവത്തെ നേരിട്ട് ഓർക്കാൻ, നിന്റെ ഹൃദയത്തിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കാൻ നിനക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് സ്വാമിജി ലൈറ്റ് ഓഫ് ട്രൂത്തിന്റെ വിവിധ പേജുകളിൽ, ഇപ്പൊ നിങ്ങൾക്കറിയാം, അതിന്റെ 12ാമത്തെ പേജ്, 13ാമത്തെ പേജ്, അതിന്റെ 32ാമത്തെ പേജ്, അതിന്റെ 515ാമത്തെ പേജ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഞാൻ പറയുന്നത്, ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച, സൂര്യനെ സൃഷ്ടിച്ച, ചന്ദ്രനെ സൃഷ്ടിച്ച, എല്ലാറ്റിനെയും സംവിധാനിച്ച ഒരു സിട്ടാവുണ്ടെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. എങ്കിൽ ആ സിട്ടാവിനെ മാത്രം ആരാധിക്കാൻ വേദം പറഞ്ഞിട്ടുണ്ടോ മാധവ? വേദം പറഞ്ഞിട്ടുണ്ടോ സുരേന്ദ്ര? വേദം പറഞ്ഞിട്ടുണ്ടോ എല്ലിയമ്മേ? വേദം പറഞ്ഞിട്ടുണ്ടോ ആമിന? ഇത് പഠിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, ബഹുമാനനായ ഫാദർ ഇവിടെ ഇരിക്കുന്നു. ബൈബിളിൽ ഞാനിപ്പോ മണിമല ക്ഷേത്രത്തിൽ കഴിഞ്ഞ ആഴ്ച അവിടെ ഞാൻ ഫാദറിനോട് എല്ലാവരോടും, സ്വാമിജി ഉണ്ടായിരുന്നു അന്ന്, കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളുടെയും കോർഡിനേറ്ററായ ഒരു സ്വാമിജി ഉണ്ടായിരുന്നു. വളരെ പ്രധാനമായ ഒരു പോയിന്റാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചിന്തിച്ചോളൂ, എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റിയ ഒരു പോയിന്റ്. മുഹമ്മദ് നബി മുസ്ലിങ്ങളുടെ പ്രവാചകനാണ് എന്ന് പറയാം. ലോകത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി ജനിക്കുമ്പോ അദ്ദേഹം ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ഒരു തിങ്കളാഴ്ച പ്രഭാതത്തിലാണ് ജനിക്കുന്നത്. ഈ തിങ്കളാഴ്ച പ്രഭാതത്തിൽ ജനിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് രാവും പകലും ഉണ്ടായി. അന്ന് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ആകാശമുണ്ട്, കാട്ടാറുകളുണ്ട്, കാനനങ്ങളുണ്ട്. ശരി, അതിനെ ആരാ സൃഷ്ടിച്ചത്? മുഹമ്മദ് നബി ജനിച്ചിട്ട് പോലും ഇല്ല. അക്കാലത്ത് ഇതൊക്കെയുണ്ട്. ആരിതിനെ സംവിധാനിച്ചു? യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് കന്യാമറിയമുണ്ട്. കന്യാമറിയമിന്റെ മാതാപിതാക്കളുണ്ട്. അതിനു മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുണ്ട്, ഒരുപാട് പ്രവാചകന്മാർ. അവർ വായു ശ്വസിച്ചു, വെള്ളം കുടിച്ചു, അവർ ഈ ഭൂമിയിൽ ജീവിച്ചു, സൂര്യന്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങി, ചന്ദ്രന്റെ നിലാവലകൾ ഏറ്റുവാങ്ങി. ഞാൻ ചോദിക്കുന്നത്, ആരത് നൽകി? അപ്പോൾ ഈ ലോകത്ത് നിയന്ത്രിച്ച ശക്തിയാണ്. ആ ശക്തിയാണ് അറബിയിൽ അള്ളാഹു എന്ന് പറയുന്നത്. അപ്പോ അള്ളാഹു എന്ന് ഞാൻ എപ്പോഴൊക്കെ ഉച്ചരിക്കുന്നുവോ അവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിന്റെ സൃഷ്ടാവ്. ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സദാധാര പൃഥ്വിയും ദ്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാവിദേമ. ഋഗ്വേദത്തിന്റെ 10ാം മണ്ഡലം, 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിനുള്ളത്. ഋഗ്വേദത്തിന്റെ 10ാം മണ്ഡലം 121ാമത്തെ സൂക്തം 1ാമത്തെ ഋക്കിൽ പറയുന്നത്, ആകാശഭൂമികളെ മുഴുവനും സൃഷ്ടിച്ച സിട്ടാവ്, ഈ ലോകത്തിന്റെ സിട്ടാവ്, സ്വർഗത്തെയും ഭൂമിയെയും അഗ്നിയെയും അതത് സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചവനാരോ അവൻ ലോകത്തിന്റെ സൃഷ്ടാവ്. ഋഗ്വേദത്തിന്റെ 1ാം മണ്ഡലം ഇവിടെ ഉദ്ധരിക്കപ്പെട്ടു. ഏകം സത്വകുദാ വിപ്രാവതന്തി യോ ദേവാനാം നാമധായേകൈവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ. സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ സിട്ടാവ് ലോകത്തിന്റെ തമ്പുരാൻ, പ്രപഞ്ചത്തിന്റെ നാഥൻ. അതാണ് ഇവിടെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒറ്റ ദൈവം എന്ന സങ്കല്പം. ഇപ്പൊ നിങ്ങൾക്കറിയാം, മാർക്കോസിന്റെ 12ാം അധ്യായം 29ാമത്തെ വചനം, അവിടെ യേശുക്രിസ്തു പറയുന്ന വാക്ക് ആർക്കും നിഷേധിക്കാനാവില്ല. ഇസ്രായേലേ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക, സ്നേഹിക്കുക എന്ന് വളരെ കൃത്യമായി പറയും. മത്തായിയുടെ സുവിശേഷം 7ാം അധ്യായം 21ാമത്തെ വചനം, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എത്ര മനോഹരമാണ്. ഞാൻ എറണാകുളം വൈറ്റിലയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടുത്തെ ചർച്ചിലെ അച്ഛനുമായി എനിക്ക് നല്ല സുഹൃബന്ധമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അച്ഛനുമായി ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ഒരിക്കലും ഞാൻ തമാശയായി പറഞ്ഞു, അച്ചോ, നിങ്ങള് ഈ പ്രതിമയുടെ ചുവട്ടിൽ ബൈബിൾ വെക്കരുത്. അപ്പൊ അച്ഛനോട് ചോദിച്ചു, എന്താ മോനെ അങ്ങനെ? അല്പം പ്രായം ചെന്ന ഒരാളായിരുന്നു, മധ്യവയസ്കനായി.
ഞാൻ പറഞ്ഞു ഈ ബൈബിളിലെ വാചകത്തിനെതിരാണ് ഈ നിർമ്മാണം. യേശുക്രിസ്തുവിന്റെ രൂപമുണ്ടാക്കുക എന്നത് ബൈബിൾ പ്രകാരം പാപമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. ഞാൻ പറഞ്ഞു ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ സൂക്തം ഒന്ന് വായിക്കണം നിങ്ങൾ. ഞാൻ ഫാദറിനോട് അദ്ദേഹം ആ ഭാഗം എടുത്തു, എനിക്ക് വായിച്ച് കേൾപ്പിച്ചു തന്നു. ആ വാചകം ഇങ്ങനെയായിരുന്നു: ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോ നിങ്ങൾ എന്റെ രൂപം കണ്ടിട്ടില്ല, അതുകൊണ്ട് ആണിന്റെയോ പെണ്ണിന്റെയോ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. ആകാശത്തിലെ പർവ്വജാരികളുടെ രൂപമുണ്ടാക്കരുത്, ആഴിയിലെ മത്സ്യാദികളുടെ രൂപമുണ്ടാക്കരുത്, ഭൂമിയുടെ ഉപരിതലത്തിലെ ഉരകവർഗങ്ങളുടെ രൂപമുണ്ടാക്കി നീ ദൂഷിതനാകരുത്. വളരെ കൃത്യമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് പുറപ്പാട് 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം, മിസ്രയീം ദേശത്തു നിന്നും അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ സിട്ടാവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമാരുത്, അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. മനസ്സിലാവണുണ്ടല്ലോ? ഇതാണ് വേദം. ഇതല്ല വേദാനുയായികൾ എന്ന് പറയുന്ന ആളുകൾ അനുവർത്തിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വേദാനുയായികളെ, എല്ലാ വേദക്കാരെയും, യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ, നിങ്ങൾ പറയുന്ന വേദത്തിലെ ആശയം പോലും നിങ്ങൾ സ്വീകരിച്ചില്ലല്ലോ, നിങ്ങൾ വേദത്തെ ധിക്കരിച്ചുവല്ലോ എന്ന് വേദം പറയുന്നുണ്ട്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമുക്ക് നൽകിയ കൃത്യമായ മാർഗദർശനം. ഞാൻ ഒരു ഇസ്ലാമിക കുടുംബത്തിലെ മെമ്പറാണ്. ഞാൻ ജനിച്ചു വീണപ്പോൾ തന്നെ എന്റെ ബാപ്പ എനിക്ക് മുജാഹിദ് എന്ന് പേര് വെച്ചു. ആ പദത്തിന്റെ അർത്ഥം ധർമ്മസമരം ചെയ്യുന്നവനെന്നാണ്. അന്ന് മുതൽ ഇന്ന് വരെ എന്റെ പിതാവ് എനിക്ക് യഥാർത്ഥ ഇസ്ലാം പഠിപ്പിച്ചു. അന്ധവിശ്വാസങ്ങളില്ലാത്ത, ഖബറാരാധനയില്ലാത്ത, പ്രവാചകന്മാരെ ആരാധിക്കാത്ത, മുനിവര്യന്മാരെ ആരാധിക്കാത്ത, ഒരു സൃഷ്ടിയെയും ആരാധിക്കാത്ത, സിട്ടാവിനെ മാത്രം ആരാധിക്കുന്ന ഒരാരാധന ഞാൻ പഠിച്ചത് കൊണ്ടാണ് ഞാൻ ഇതെനിക്ക് നിങ്ങളോട് പറയാൻ കഴിഞ്ഞേ. അല്ലെങ്കിൽ ഞാൻ ഖബർ ആരാധിക്കുന്ന, ഓച്ചിറുപ്പാപ്പാനെ ആരാധിക്കുന്ന, മുനമ്പത്ത് ബീവിയെ ആരാധിക്കുന്ന, ഭീമ ഉമ്മിച്ചയെ ആരാധിക്കുന്ന കേവലം ഒരു മുസ്ലിമായി ഞാനും തീരുമായിരുന്നു. അവിടെയാണ് നമ്മൾ ജനിച്ച കുടുംബം, നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ ഇടവക, നമ്മുടെ ചുറ്റുപാടുകൾ, അവിടുത്തെ വിശ്വാസങ്ങൾ, അവിടുത്തെ മതാധ്യക്ഷന്മാർ അവര് പറഞ്ഞതല്ലാത്തൊരു അറിവ് നമുക്കില്ല. കാരണം നമ്മൾ വേദം പഠിച്ചില്ല. വേദം പഠിക്കാത്തതെന്തോടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്യന് മാനസം. വേദം എന്താ അവര് പഠിക്കാത്തത്? വേദം പഠിക്കാൻ തയ്യാറായില്ല. ഇപ്പൊ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു രാകേഷ്. അവന് പട്ടാളത്തിലാണ്. ഞാൻ അവനെ യാദർശികമായി കാണുകയാണ്. എന്റെ ക്ലാസ്മേറ്റ്. ഞാൻ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ നാട്ടിലാണ് എന്റെ തറവാട് സ്ഥിതി ചെയ്ത്. ഏറ്റവും കൂടുതൽ എല്ലാ വിശ്വാസികളും ഉണ്ട് അവിടെ ബാലുശ്ശേരിയിൽ, AC ഷൺമുഖദാസിന്റെ മണ്ഡലത്തിൽ. ഞാൻ രാകേഷിനെ യാദർശികമായി അവന്റെ വീട്ടുമുറ്റത്ത് വെച്ച് കാണുകയാണ്. ഒരു ഇടവഴിയിലൂടെ പോകുമ്പോൾ ഞാൻ, വാട്ട് എ സർപ്രൈസ്, രാകേഷ് നീ എന്താ ഇവിടെ? ഇത് എന്റെ വീടാണ്, നീ എത്ര കാലമായി നിന്നെ കണ്ടിട്ട്, വാ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അവന്റെ വീട്ടിൽ കയറി ചെന്നു. വീട്ടിൽ കയറി ചെന്ന് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അവിടെ ഷെൽഫിൽ ഇങ്ങനെ ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ഉപനിഷത്ത് സമാഹാരങ്ങൾ എല്ലാം വെച്ചു. ഞാൻ അവനോട് പറഞ്ഞു, ആ യജുർവേദം ഒന്ന് എടുക്കാമോ എന്ന്. അവൻ എന്നോട് പറഞ്ഞു, പൂച്ചക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്താ കാര്യം? പൂച്ചക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്താ കാര്യം? എന്താ കാര്യം എന്നാണ് അവന്റെ ചോദ്യം. ഞാൻ പറഞ്ഞു, നീ യജുർവേദം എടുക്ക്, അതിലെ 32-ാം അധ്യായം എടുക്ക്, അതിലെ 3-ാമത്തെ ശ്ലോകം എടുക്ക്. അപ്പൊ അവൻ എടുത്ത് എനിക്ക് വായിച്ചു കേൾപ്പിച്ചെന്നു. നതസ്യ പ്രതിമാസ്, ദൈവത്തിന് പ്രതിമയില്ല, ആർക്കും തടുത്തു നിർത്താനാവില്ല, ഒഴുകുന്ന നദിയാണത്. അത് തടുത്തു വെച്ചു ഇവിടുത്തെ മതപണ്ഡിതന്മാർ. മുസ്ലിം പണ്ഡിതന്മാരായാലും, ഹൈന്ദവ പണ്ഡിതന്മാരായാലും, ക്രൈസ്തവ പണ്ഡിതന്മാരായാലും പൗരോഹിത്യത്തിന് എന്നും ജീവിക്കേണ്ടിയിരുന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് മതം അവര് പഠിപ്പിച്ചതാണ് നമ്മുടെ കണ്ണിലെ മതം, വേദമതം. ഞാൻ പറയട്ടെ, ദൈവം അവതരിപ്പിച്ച ഒരൊറ്റ മതമുണ്ട്. സൂര്യൻ ആരുടേതാ? ഹിന്ദുവിന്റേതും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടേതുമല്ല. സൂര്യൻ മനുഷ്യർക്കുള്ളതാണ്. മനുഷ്യർക്ക് വേണ്ടി സൂര്യനും ചന്ദ്രനും ഉണ്ടെങ്കിൽ ആ സൂര്യനെയും ചന്ദ്രനെയും പടച്ച തമ്പുരാൻ ഒരു മതം അവതരിപ്പിച്ചു. പഠിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ എന്ന് ഞാൻ പറയും. തമീശ്വരാണം പരമം മഹേശ്വരാം താം ദേവദാനാം പരമം ജദൈവതം പദീൻ പദീന പരമം പരസ്താത് വിധാമദേവം ഭുവനേശ്വമേട്യം എന്ന ശ്വേതോപനിഷത്തിലെ ശ്ലോകമാണ്. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധ്യന്മാരൊന്നുമല്ല യഥാർത്ഥ ആരാധ്യൻ. അവരുടെയൊക്കെ പരമാരാധ്യനായ, സകല ശാസകന്മാരുടെയും ശാസകനായ സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ കെ പരമേശ്വരൻ പിള്ള,
ഹിന്ദുധർമ്മ പരിചയം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ 21-ാമത്തെ അധ്യായം, ഒന്നോ പലതോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 148-ാമത്തെ പേജ്, 3-ാമത്തെ പാരഗ്രാഫ്. അതിൽ പറയുന്നത്, ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ പോലും സാക്ഷാൽ പടച്ചവനിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് കഴിവ് ലഭിക്കണമെന്നാ പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, എല്ലാവരും മനസ്സ് തട്ടി ചോദിക്കുന്നു, എങ്കിൽ ആ കഴിവ് കൊടുക്കുന്ന സാക്ഷാൽ അള്ളാഹുവിനെ ആരാധിച്ച പോരെ നമുക്ക്? മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്ന, ഭീമാ ഉമ്മിച്ചയെ വിളിക്കുന്ന മുസ്ലിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് കെ പരമേശ്വരൻ പിള്ള പറഞ്ഞ ഇതേ വാക്ക്. മൊയ്തീൻ ശൈഖിനാവട്ടെ, ഭീമാ ഉമ്മിച്ചക്കാവട്ടെ, അമ്പിയാക്കൾക്കാവട്ടെ ഒരു കഴിവുമില്ല സാക്ഷാൽ പടച്ചോൻ കഴിവ് കൊടുത്തിട്ടല്ലാതെ. ഇത് തന്നെയായിരുന്നു പ്രവാചകന്റെ പ്രബോധിത സമൂഹം പറഞ്ഞു. അപ്പൊ നമുക്കെല്ലാം അത് തിരുത്തി ഇങ്ങനെയാക്കാം. എല്ലാ കഴിവിന്റെ ഉടമയുമായ സാക്ഷാൽ പ്രപഞ്ചനാഥനോട് നമുക്ക് എന്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ? നമുക്ക് എന്തുകൊണ്ട് ആരാധിച്ചുകൂടാ? എല്ലാ മനുഷ്യരും, വിശുദ്ധ ഖുർആൻ ഏറ്റവും ഒടുവിലത്തെ അധ്യായം 114-ാം അധ്യായം, ആ അധ്യായം പറയുന്നതറിയോ? ഖുൽ അഊദു ബിറബ്ബിന്നാസ്, പറയുക മനുഷ്യരുടെ റബ്ബിനോട്, മനുഷ്യരുടെ രക്ഷകനോട്. നേരത്തെ അരയാൽ കുരുവിനെ പറ്റി പറഞ്ഞമാണ് എനിക്കത് പെട്ടെന്ന് കത്തിക്കേറിയത്. ഒരു അരയാൽ കുരു, വെളുത്ത ഏറ്റവും ചെറിയ കുരു, അത് വിത്തിലിട്ട് അതിൽ നിന്നാണ് നമ്മൾ കാണുന്ന വലിയ അരയാൽ. ഈ അരയാലിന്റെ കുരുവിന്റെ ആ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് അതിന്റെ എൻഡ് വരെ അതിനെ കൊണ്ടുപോകുന്നവനെ അറബിയിൽ പറയുന്ന പേരാണ് റബ്ബ്. നിങ്ങൾക്കറിയാം, മോഹൻജൊദാരോ ഹാരപ്പൻ സംസ്കാരം, മോഹൻജൊദാരോ ഹാരപ്പൻ സംസ്കാരത്തിലെ ഉത്ഖനന ഗവേഷണ വിദഗ്ധനായ എ.ഡി. പുസൽക്കാറിന്റെ ഗവേഷണത്തിൽ പറയാണ്, അവിടെ നിന്ന്, അതായത് മോഹൻജൊദാരോ ഹാരപ്പയിൽ നിന്ന് കിളച്ചെടുത്ത ഒരു സ്ഥലത്തും ബിംബം കണ്ടില്ല, രൂപം കണ്ടില്ല, സ്തൂപം കണ്ടില്ല, ഒരാരാധന കഥാപാത്രത്തെയും കണ്ടില്ല. ഇത് തെളിയിക്കുന്നത് അവർ നിരീശ്വരവാദികളായിരുന്നു എന്നതല്ല, അവർ രൂപമില്ലാത്ത ഏകദൈവത്തെ ആരാധിച്ചു എന്നാണ് എ.ഡി. പുസൽക്കാർ പറയുന്നത്. മൗലാന ആസാദിന്റെ കൃതിയിലെ 103-ാമത്തെ പേജിൽ അദ്ദേഹം പറയാണ്, ഇതുവാൻ എന്നായിരുന്നു ദൈവത്തെ അവർ വിളിച്ചിരുന്നത്. ഇതുവാൻ എന്ന് പറഞ്ഞാൽ ഹിമവെട്ടാത്ത അക്ഷിയോട് കൂടിയവൻ എന്നാണ്. ഒരിക്കലും അടയാത്ത കണ്ണുകളോടെ മാനവ സമൂഹത്തെ തുറന്നു വീക്ഷിക്കുന്ന, ലോകത്തിലെ സകല ചലനങ്ങൾ പറയുന്ന ലോകത്തിന്റെ സൃഷ്ടാവ്. റാംസസ് രണ്ടാമൻ, ഫിറൗൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഫിറൗനിന്റെ അടുത്ത് മോസസ് പ്രവാചകൻ, 10 കമാൻഡ്മെന്റ്സിന്റെ പ്രവാചകൻ അവിടെ ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് അദ്ദേഹം ദൈവത്തെ പരിചയപ്പെടുത്തിയപ്പോ റാംസസ് രണ്ടാമൻ ചോദിക്കുകയാണ്, നീ പറയുന്ന ദൈവമാരാ? അതിന് മൂസാ നബി നൽകുന്ന മറുപടി എന്താണ്? റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും ആ ജീവവർഗത്തിന് ആവശ്യമായ മാർഗദർശനം അതിന്റെ ജനിതക കോഡുകളിൽ നൽകുകയും ചെയ്ത ലോകത്തിന്റെ തമ്പുരാൻ. അടുത്ത മറുപടി, റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. എന്റെ ശാരദ ചേച്ചി ചിന്തിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ദമയന്തി ചിന്തിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു, എന്റെ മാധവട്ടൻ ഇത് കേൾക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു, സ്വാമിജി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ വാചകത്തിന്റെ അർത്ഥം അറിയുമോ? ആകാശവും ഭൂമിയും, 7 ആകാശം 7 ഭൂമി, അവക്കിടയിലുള്ളതിനെ എല്ലാം സൃഷ്ടിച്ചവൻ ആരോ അവനാണ് സാക്ഷാൽ അല്ലാഹു, അവനാണ് ആരാധ്യൻ. ഒരു പോയിന്റോടെ പറയാം. ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്. ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്, ദേവകിയുടെ 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് 7 മക്കൾ ജനിച്ചു. അവരവരെ ഗർഭം ധരിച്ചു, അവർ വായു ശ്വസിച്ചു, അവർ വെള്ളം കുടിച്ചു, അവർ വിളിച്ചു പ്രാർത്ഥിച്ചൊരു ശക്തി. അതാരാ? വളരെ ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ലോകത്തിലെ മനുഷ്യരൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ, മനുഷ്യവാസം ഇല്ലാത്ത കാലത്ത് തന്നെ ആകാശവും ഭൂമിയും ഉണ്ടെങ്കിൽ ആ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനെയാണ് ആരാധിക്കേണ്ടത് എന്ന് ഖുർആൻ മനുഷ്യരോട് പറയും. നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾക്ക് പഠിക്കാം. ഇത് തന്നെയാണ് വേദങ്ങൾ. തമീശ്വര നോക്കൂ, ഒരു വേദ സൂക്തമാണ് പറയുന്നത്, ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാത്ര പ്രകർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപം. എന്റെ പ്രാർത്ഥനകളിലും മേഘനായ ദൈവമേ നിന്നോടാണ്. സുനാമി ഉണ്ടാക്കുന്നതാണ്. സുനാമിയെ എഫക്ട് ചെയ്തൊരു പ്രദേശമാണ്. ആർക്കും നിർവചിക്കാനാവില്ല സുനാമി. ഒരാൾക്കും, ഒരു തങ്ങൾക്കും, ഒരു നബിക്കും, ഒരു പ്രവാചകനും, ഒരു വിശ്വാചാര്യനും സുനാമി പ്രവചിക്കാൻ കഴിയില്ല. ഇനിയും വരാനിരിക്കുന്ന സുനാമി പ്രവചിക്കാൻ കഴിയില്ല. അവർക്ക് ഭാവി അറിയില്ല. ഞാൻ പലപ്പോഴും പുട്ടപർത്തിയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ കടന്നു വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, സായിബാബ ഒരു പച്ചയായ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മകുടോദാഹരണമായ ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ സങ്കല്പിച്ചോ? നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ കിഡ്നി വീക്കായത് അദ്ദേഹം അറിഞ്ഞില്ല. 130 ഗ്രാം ഭാരമുള്ള അദ്ദേഹത്തിന്റെ കിഡ്നി വീക്കായത് അദ്ദേഹം അറിഞ്ഞില്ല.
അദ്ദേഹത്തിന്റെ ശ്വാസകോശം കേടുവന്നു അറിഞ്ഞില്ല. അനാട്ടമി പഠിച്ചവർക്കെല്ലാം അറിയാം, ആന്തരിക അവയവങ്ങൾ കംപ്ലീറ്റ് കേടുവന്നിരുന്നു. സ്വാമിജി എന്നെ അറിഞ്ഞിരുന്നില്ല. എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന മാറ്റങ്ങൾ പോലും അറിയാത്ത മനുഷ്യരെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ സൃഷ്ടാവ്, ലോകത്തിന്റെ നാഥൻ, പ്രപഞ്ചത്തിന്റെ നാഥൻ, ദീദീവികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ എന്നൊക്കെ നമ്മൾ പറയുന്ന, ഇതുവാൻ എന്ന് പറയുന്ന, വേദക്കൂൺ എന്ന് പറയുന്ന ലോകത്തിന്റെ സൃഷ്ടാവിനെ എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും മാൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരങ്ങളും, അതുപോലെ അമ്പിയാക്കളും ഔലിയാക്കളും മാലാകമാരും ജിന്നുകളും ഒന്നും ആരാധിക്കപ്പെട്ടുകൂടാ. അവരെയൊക്കെ സൃഷ്ടിച്ച സാക്ഷാൽ സൃഷ്ടാവിനെ വിശുദ്ധ ഖുർആൻ പറയുന്ന അതാണ്. ലോകത്ത് നിങ്ങൾ ആരാധിക്കുന്നവരൊക്കെ സൃഷ്ടികളാണ്. ഒരു ഉദാഹരണത്തിലൂടെ ഞാനിത് വ്യക്തമാക്കാം. ഞാനിവിടെ കരുനാഗപ്പള്ളിയിലെ ഹൈവേയിൽ നിൽക്കുക എന്ന് വിചാരിച്ചോളൂ, അർദ്ധരാത്രിയിൽ. അങ്ങനെ എനിക്ക് കോഴിക്കോടേക്ക് പോകണം. ഇതുവഴി വന്ന പല വാഹനങ്ങൾക്കും ഞാൻ കൈ കാണിച്ചു. അങ്ങനെ എനിക്കൊരു ടാക്സി ഡ്രൈവർ കാറ് നിർത്തി എന്നെ എറണാകുളം വരെ അയാൾ എത്തിക്കാന്ന് പറഞ്ഞു. അങ്ങനെ എറണാകുളത്തെ ടാക്സി സ്റ്റാൻഡിൽ അയാൾ ആ വണ്ടി നിർത്തി. അതിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ തൊട്ടപ്പുറത്ത് നിർത്തിയിട്ട് ടാക്സിക്കാരനോട് താങ്ക്സ്, നന്ദിയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഞാൻ ആരോടാ നന്ദി പറയേണ്ടത്? എന്നെ കരുനാഗപ്പള്ളിയിൽ നിന്ന് എറണാകുളം ടാക്സി സ്റ്റാൻഡിൽ എത്തിച്ച ഡ്രൈവറോടാണ് ഞാൻ നന്ദി പറയേണ്ടത്. ഐ എം റൈറ്റ്? എല്ലാരും സമ്മതിച്ചുവല്ലോ. പക്ഷെ ഞാൻ നന്ദി പറഞ്ഞതോ അവിടെ നിർത്തിയിട്ട കാറുകാരനോടാണ്. അപ്പൊ കാറുകാരൻ വിചാരിക്കാൻ എന്താണ് ഇവൻ എന്നോട് നന്ദി പറഞ്ഞ്? ഇയാള് വിചാരിക്കാൻ ഇവൻ എന്തൊരു നന്ദി കെട്ടവനാണ്. ഞാനിവനെ കാറിൽ കയറ്റിക്കൊണ്ടുവന്ന് എന്റെ ഡീസൽ മുടക്കി ഇവൻ ഇവിടെ വളരെ ആത്മാർത്ഥമായി അവൻ ഇറങ്ങേണ്ട പൊസിഷനിൽ ഇറക്കിയിട്ട് അവൻ നന്ദി പറയുന്ന വേറൊരാളോടാണ്. ഇതുപോലെയാണ് മനുഷ്യരെ നാം എല്ലാവരും ആലോചിക്കുക. നമ്മൾ ആരും ഇവിടെ വലിയവരല്ല. ദൈവത്തിന്റെ അടിമകളാ നമ്മൾ ആലോചിക്കുക. ദൈവത്തിന്റെ വായു ശ്വസിച്ച്, ദൈവത്തിന്റെ വെള്ളം കുടിച്ചതാ ഈ മന്ദമാരുതനില്ലേ, പടച്ചതമ്പുരാൻ നൽകിയ, പ്രപഞ്ചത്തിന്റെ നാഥൻ നൽകിയ, ആ ദൈവം നൽകിയ ഭക്ഷണവും വെള്ളവും വായുവും അവൻ നൽകിയ കണ്ണുകൊണ്ട് കണ്ട്, അവൻ നൽകിയ കാതുകൊണ്ട് കേട്ട്, അവൻ നൽകിയ ഹൃദയം കൊണ്ട് ചിന്തിച്ച്, അവൻ നൽകിയ കൈ കൊണ്ട് പിടിച്ച നാം അവന് പകരം സൃഷ്ടികളോട് നന്ദി പറയുന്ന അവസ്ഥ മാറ്റി സിട്ടാവിനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് പോയാൽ മനുഷ്യ സമൂഹം ഒന്നായി. വിശുദ്ധ ഖുർആനിലെ ഒരു വാചകം ഞാൻ അവസാനിപ്പിക്കുകയാണ്, കുറഞ്ഞ കാര്യം പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 21-ാമത്തെ വചനം, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, വഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ, അല്ലയോ മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച, അതാണ് ഉദ്ഘാടകന്റെ പ്രസംഗത്തിൽ എനിക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. നമ്മെയും നമ്മുടെ അപ്പുറത്തുള്ളവരെയും ഒക്കെ സൃഷ്ടിച്ചവൻ ആ ഒറ്റ ദൈവമാണ്. അതേ, ആ ഒരൊറ്റ ദൈവം ആരാ? അവനെ അറബിയിൽ അല്ലാഹു എന്ന് പറയും, അല്ലേ? സംസ്കൃതത്തിൽ വേറൊരു പേര് പറയും. അതിനിടയിലെ സിട്ടികളിൽ നിന്ന് സിട്ടാവിലേക്ക് നേരിട്ട് ചെന്നാൽ മതി. ഇടയാളന്മാരെ സ്വീകരിച്ച് അവരെ ആരാധിച്ച്, ഇപ്പൊ നോക്ക്, അന്തം തമഹ പ്രഫിഷ്യന്തിയെ സംപുത്യമുപാസത്തെ തതോബുയൈവദയഹു സംപുദ്യം രദഹ. ഈശാവാശോപനിഷത്തിലെ 12-ാമത്തെ ശ്ലോകം. അതിൽ പറയുന്നത് സൃഷ്ടികളെ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തിലാ പതിക്കാന്ന. വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞു, ബൈബിൾ ഇത് പറഞ്ഞു. സൃഷ്ടികളെ ആരാധിച്ചാൽ നമുക്ക് സിട്ടാവിലേക്ക് യാത്ര തിരിക്കാം. ഇതാണ് എന്റെ 1-ാമത്തെ പോയിന്റ്. പ്രവാചക തിരുമേനി മരിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി കടത്തിയിട്ട് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് പ്രസംഗിച്ചു ഈ വാചകം. എല്ലാവരും ശ്രദ്ധിക്കണം. മുഹമ്മദിനെയാണ് ആരെങ്കിലും ആരാധിക്കുന്നതെങ്കിൽ മുഹമ്മദ് ഇതാ മരിച്ചിരിക്കുന്നു, മരിച്ചു. അതല്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന ലോകത്തിന്റെ അധിപതിയായ സാക്ഷാൽ പ്രപഞ്ചനാഥനെയാണോ ആരാധിക്കുന്നത്? ഹയ്യുല്ലാ യമൂത്ത്, അവൻ ഒരിക്കലും മരിക്കുകയില്ല. അപ്പൊ നമ്മളെക്കാൾ മുമ്പ് മരിച്ചു പോകാൻ നമ്മുടെ ആരാധ്യന്മാർ, നമ്മൾ ആരാധിക്കുന്ന ഭക്തരെക്കാൾ മുമ്പ് മരിച്ചു പോവുക. ആ അവസ്ഥ ഉണ്ടാ. ഇനി ആരാധിക്കുന്ന ദൈവം, നമ്മൾ ആരാധന കഥാപാത്രമായി കാണുന്നവർ ജനിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ജനിക്കുക. ഇതെല്ലാം നമ്മൾക്ക് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു വളരെ പ്രധാനമായ പോയിന്റ്, ഇപ്പൊ ഞാൻ മെനയാതെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ക്രിസ്ത്യാനി സഹോദരനെ പരിചയം, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, യേശുക്രിസ്തു കുരിശിലേറി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ? അതെ. ശരി, എപ്പോഴാ കുരിശിലേറിയത്? വെള്ളിയാഴ്ച. എപ്പോഴാ ഉയർത്തെഴുന്നേറ്റത്? ഞായറാഴ്ചയാണ്. ശരി, വെള്ളിയാഴ്ച കുരിശിലേറി, കുരിശിൽ കിടന്നതേം മരിച്ചു, കലുവരിയിൽ കിടന്നതേം മരിച്ചു. ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റ്. അപ്പൊ വെള്ളിയാഴ്ച കുരിശിലേറി, അത് ശനിയാഴ്ച ഉണ്ടായി, ഞായറാഴ്ച ഉണ്ടായി. അപ്പൊ യേശുക്രിസ്തു അല്ല രാവും പകലും ഉണ്ടാക്കണമെന്ന് ഉറപ്പായി. രാവും പകലും നിയന്ത്രിക്കുന്ന സിട്ടാവാര. ഞാൻ ഓടിക്കുന്ന ഒരു കാറ്, ഞാൻ ആക്സിഡന്റിൽ മരിച്ചാൽ ആ കാർ എവിടെയും കൊണ്ട് ഇടിക്കും.
സൂര്യനെ നിയന്ത്രിച്ചത് നമ്മൾ ആരാധിക്കുന്ന ഏതെങ്കിലും ഒരു ആരാധ്യനാണെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി സൂര്യൻ നിശ്ചലമാകണം. സെക്കൻഡിൽ 250 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന സൂര്യനെ ഈ പ്രപഞ്ചത്തിന്റെ സാക്ഷാൽ ഈ സദസ്സിലും വേദിയിലും ഇരിക്കുന്ന നമ്മളെയൊക്കെ സൃഷ്ടിച്ച് ഇന്നും നമ്മളെ സംരക്ഷിക്കുന്ന, നമുക്ക് സന്താനം നൽകുന്ന, നമുക്ക് ആരോഗ്യം നൽകുന്ന, നമുക്ക് ഐശ്വര്യം നൽകുന്ന സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥനാണ് ആരാധനക്കർഹൻ. ഇത് മനുഷ്യർ അംഗീകരിക്കുന്നതോടുകൂടെ മനുഷ്യരൊന്നായിട്ട് പിന്നീട് അവന്റെ ജീവിതം. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഞാൻ പറഞ്ഞുവല്ലോ, പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. മാതാപിതാക്കൾ ആരാണ്? നമ്മുടെ മാതാപിതാക്കൾ ആരാണ്? നമ്മുടെ അച്ഛനമ്മമാർ. ഇന്ന് തിരിച്ചറിയാതെ പോകുന്ന ലോകം. അവിടെയും മതം. നിങ്ങൾ നോക്കിയ മനുസ്മൃതിയിൽ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. ദൈവതുല്യം സ്നേഹിക്കണം എന്നാണ്. ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ദൈവത്തെ. കാരണം സ്നേഹനിധിയായ മാതാവിനെ തന്നത് ദൈവമാണ്, സ്നേഹനിധിയായ പിതാവിനെ തന്നത് ദൈവമാണ്. അവിടെ ഇസ്ലാം പറയുന്നത് വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യ വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. ഖുർആൻ 17-ാം അധ്യായം 23-ാമത്തെ വചനം. അച്ഛനമ്മമാർ ശരിക്കും കേൾക്കണം. നിങ്ങളോടാണ് ദൈവം തമ്പുരാൻ സംസാരിക്കുന്നത്. എന്താ? ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. 1. 2, അച്ഛനും അമ്മയും വാർദ്ധക്യത്തിലെത്തിയാൽ ശേ എന്നൊരു വാക്ക് പോലും അവരോട് പറയരുത്. നിന്റെ മാതാവിനോട്, നിന്റെ പിതാവിനോട് ശേ എന്ന വാക്ക്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, തള്ളപ്പറ്റി കോഴിക്കുഞ്ഞുങ്ങൾക്ക് കഴുകനിൽ നിന്ന് ചിറക് താഴ്ത്തി കൊടുക്കുന്ന പോലെ മാതാപിതാക്കൾക്ക് മക്കളെ നിങ്ങൾ ചിറക് താഴ്ത്തി കൊടുക്കണം എന്നാ പറയുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മാതാപിതാക്കളോട് നല്ല വാക്ക് പറയണം. തന്തേ തള്ളേ ശേ എന്ന വാക്ക് പോയിട്ട് മാതാവിന് തൃപ്തിയില്ലാത്ത അരവാക്ക് ഒരു മകൻ പറയരുത്. പ്രവാചകനോട് ഒരു അനുചരൻ വന്നിട്ട് ചോദിച്ചു, പ്രവാചക, ഞാൻ ഏറ്റവും കൂടുതൽ കടമപ്പെട്ടത് ആരോടാണ്? പ്രവാചകൻ പറഞ്ഞു, നിന്റെ മാതാവിനോട്. സുമ്മൻ, പിന്നെ ആരോടാ? അപ്പോഴും പ്രവാചകൻ പറഞ്ഞു, അമ്മയോട്. സുമ്മൻ, പിന്നെ ആരോടാ? അപ്പോഴും പറഞ്ഞു, അമ്മയോട്. സുമ്മൻ, പിന്നെ ആരോടാ? അബൂക്ക, നിന്റെ പിതാവിനോട്. നോക്കണം നിങ്ങൾ. അതിന്റെ അർത്ഥം എന്താണ്? സ്വർണ്ണ മെഡൽ അമ്മക്ക്, വെള്ളി മെഡൽ അമ്മക്ക്, വെങ്കലം അമ്മക്ക്, പ്രോത്സാഹനം മാത്രം അച്ഛൻ. മാതാവിന്റെ സ്ഥാനമാണ് മതം, മാതാവിന്റെ സ്ഥാനം. ആ മാതാവിനെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്തു കട്ടപ്പനയിൽ. ഈ സാമൂഹ്യ ജീർണത ക്ഷേത്ര ഉത്സവങ്ങളിലൊക്കെ അതാ ഉണ്ടാവുന്നത്. ഞാനൊരു അപേക്ഷ പറയുന്നു. ഇവിടെ എല്ലാ മതത്തിന്റെ ആളുകളുണ്ട്. ഞാൻ ഉൾക്കൊള്ളുന്ന മതത്തിന്റെ ഞാനാ പറയേണ്ടത് അവരോട്. ഞാൻ സ്വാമിജിയോടും വളരെ വേദനയോടെ, അതുപോലെ ഫാദറിനോടും ഞാൻ പറയും, നമ്മുടെ ക്ഷേത്ര, ചർച്ച്, പള്ളി ഉത്സവങ്ങളിൽ കുറെ തോരണങ്ങൾ ഉണ്ടാവും, വെടിക്കെട്ടുകൾ ഉണ്ടാവും, കുറെ സംഗീതം ഉണ്ടാവും. പക്ഷേ ആ ക്ഷേത്രം 50 കൊല്ലം ഉത്സവം നടത്തിയാലും ആ നാട്ടിലെ കള്ളു കുടിച്ചോണ്ടിരുന്ന കള്ളുകുടി നിർത്തൂല, പെണ്ണ് പിടിച്ചോണ്ടിരുന്ന പെണ്ണുപിടി നിർത്തൂല, തിന്മ ചെയ്തോ തിന്മ നിർത്തുന്നില്ല. പക്ഷെ ഉത്സവങ്ങൾ നടക്കുന്നു. എന്തുകൊണ്ട്? ഞാൻ കമ്മിറ്റിക്കാരോട് തീർച്ചയായും തട്ടി ചോദിക്കുകയാണ്. നമ്മുടെ മക്കൾ നന്നാകലാണ് ഉത്സവമെങ്കിൽ, നമ്മുടെ മക്കൾ നന്നാവലാണ് നമ്മുടെ കർമ്മമെങ്കിൽ എനിക്ക് വേദനയുണ്ട്. ഒരു ഉത്സവവും കഴിഞ്ഞിട്ട് ഒരു കുട്ടിയും ഞാൻ എന്റെ അമ്മയോട് മോശമായി പെരുമാറി ഞാൻ അത് നിർത്തും എന്ന് പറയുന്ന. ഞാനിവിടെ അറവുകാട് ക്ഷേത്രത്തിൽ പ്രസംഗിച്ചപ്പോൾ ഒരു പയ്യൻ എന്റെ പിന്നാലെ കൂടി, അങ്ങ് എന്നെ സഹായിക്കണം, ഞാൻ എന്റെ അമ്മയോട് വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട്, എനിക്ക് എങ്ങനെ അമ്മയോട് മാപ്പ് പറയണമെന്നറിയില്ല. ഇങ്ങനെ മനുഷ്യരെ മാറ്റലാവണം നമ്മുടെ പ്രബോധനത്തിന്റെയും ഉത്സവങ്ങളുടെയും. അതിൽ വളരെ പ്രധാനമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അമ്മയുടെ സ്ഥാനം. ഏറ്റവും കൂടുതൽ വൃദ്ധസദനമുള്ളത് നമ്മുടെ തിരുവനന്തപുരത്താണ്. ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് തിരുവനന്തപുരത്താണ്. ഏറ്റവും കുറവ് വൃദ്ധസദനമുള്ളത് മലപ്പുറത്താണ്. എന്താ കാരണം എന്നറിയോ? വിശുദ്ധ ഖുർആൻ മാതാപിതാക്കളുടെ ബന്ധം അപാരമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും കുറവ് വൃദ്ധസദനം അവിടെയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അച്ഛനെ അമ്മയെ അനാദരിക്കരുത്, വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ചേർക്കരുത്. ഞാൻ 7 മക്കളിൽ ഒരുവനാണ്. എനിക്ക് 5 പെൺകുട്ടികളാണ്. 5 പെൺകുട്ടികളെ എനിക്കുള്ളത്. എന്റെ ബീജത്തിൽ പറഞ്ഞ 5 മക്കൾ, 5 പെൺകുട്ടികൾ. പെണ്ണിന്റെ വില ഒരിക്കലും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. പിതാ രക്ഷിതി കൗമാരെ, ഭർത്താ രക്ഷിതി യൗവനെ, പുത്രോ രക്ഷിതി വാർദ്ധക്യേ, രക്ഷന്തിസ്തവരേ പുത്ര നസ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. അച്ഛന്റെ കരവലയത്തിൽ, സ്നേഹത്തിൽ, കരുണയിൽ, ആർദ്രതയിൽ വളരുന്ന മകൾ അവളുടെ മാറിടം പിച്ചു ചീന്തി, അവളെ ബലാത്സംഗം ചെയ്തു. അവളെ വേദനകൾ, അവരുടെ കണ്ണീരുകൾ, സൗമ്യയുടെ കണ്ണീരുകൾ, ജ്യോതിമോളുടെ കണ്ണീരുകൾ, എന്റെ അനുജത്തിമാരുടെ കണ്ണീരുകൾ വീണ് ഈ ആർഷഭാരതത്തിന്റെ മാരിഷാദ എന്ന് പറഞ്ഞ ആ മഹാനുഭാവൻ എവിടെ? വാൽമീകി എവിടെ? വാൽമീകിയുടെ രാമൻ എവിടെ? അയോധ്യ എവിടെ? ഈ സംസ്കാരം എവിടെ? അതൊക്കെ നമുക്ക് തകർന്നു പോയി. ആരാ അതിന്റെ കാരണക്കാർ? അത് ആലോചിക്കണം. പ്രവാചക തിരുമേനി ഒരിക്കൽ ഒരാള് യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രവാചകന്റെ സന്നിധിയിൽ വന്നു. പ്രവാചകൻ ചോദിച്ചു, ആരാ വീട്ടിലുള്ളത്? വയോവൃദ്ധയായ കണ്ണ് കാണാത്ത എന്റെ ഉമ്മ എന്ന് പറഞ്ഞു. പ്രവാചകൻ പറയുകയാണ്, നീ
പോരാടി യുദ്ധം ചെയ്ത് ദൈവത്തിന്റെ പ്രീതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ജിഹാദ് സ്വന്തം അമ്മയെ സംരക്ഷിക്കലാണ്. അവിടെ ചെന്ന് അമ്മയെ സംരക്ഷിക്കലാകുന്നു ജിഹാദ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ കൊല്ലലല്ല, അമ്മയെ സംരക്ഷിക്കലാണ് ജിഹാദ്. 3 പെൺകുട്ടി ഉണ്ടായ ഒരാൾ 3 പെൺകുട്ടിയെ നന്നായി പഠിപ്പിച്ചാൽ അയാൾ ജിഹാദിലാണ്. സ്വന്തം ശരീരത്തിലെ ഇച്ഛകൾ, വൃത്തികേടുകൾ അത് നിയന്ത്രിക്കുന്നവനാണ് ജിഹാദ് ചെയ്യുന്നവൻ എന്നാ പ്രവാചകൻ പറഞ്ഞു. അതുകൊണ്ട് വൃദ്ധസദനങ്ങൾ ഉണ്ടാകരുത്. എനിക്ക് നിങ്ങളോട് വിനീതമായ ഒരു കാര്യം പറയാനുണ്ട്. ഭ്രൂണഹത്യ ചെയ്യരുത്, ഭ്രൂണഹത്യ ചെയ്യരുത്. വിശുദ്ധ ഖുർആൻ 6 സ്ഥലങ്ങളിൽ പറഞ്ഞു ഭ്രൂണഹത്യ ചെയ്യരുത്. ഏതെങ്കിലും സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനത് പെണ്ണാണെങ്കിൽ കൊല്ലരുത്. നിങ്ങൾ എന്റെ നമ്പറിൽ ബന്ധപ്പെട്ട് പ്രസവിക്കുന്നവരെയുള്ള ചെലവ് ഞാൻ വഹിച്ചോളും, ആ കുഞ്ഞിനെ എനിക്ക് തന്നാൽ മതി. കൊല്ലരുത്, ഒരു കാരണവശാലും ഒരു മനുഷ്യ കുഞ്ഞിനെ കൊല്ലരുത്. ഒരമ്മ 10 മാസം നൊന്ത് പ്രസവിച്ച ഒരു കുഞ്ഞിനെ എവിടെയോ ഇട്ടേച്ചു പോകുന്നത് ശരിയല്ല. ഒരമ്മയും ചെയ്യരുത്, ഒരമ്മയും ഒരു പുരുഷനും അതിന് കൂട്ടു നിൽക്കരുത്. അമ്മ എന്ന മഹാസൗഭാഗ്യം, കുഞ്ഞെന്ന മഹാസൗഭാഗ്യം അത് തിരിച്ചറിയാത്തവരാ നമ്മള്. അതുകൊണ്ട് ഒരിക്കലും ഭ്രൂണഹത്യ ഒരു കുട്ടിയെ ഗർഭപാത്രത്തിൽ വെച്ച് കശാപ്പ് ചെയ്യുമ്പോ ആ കുഞ്ഞ് കരയുന്നാണ്, എന്നെ കൊല്ലരുതേ. ഖുർആനിലെ 81-ാം അധ്യായം 8-9 വചനങ്ങളാണ്. എന്തിനാണ് മോളെ നിന്നെ ആ കാബാലികന്മാർ ജീവനോടെ കുഴിച്ചു മുടിയത് എന്ന് അവിടെ ചോദിക്കും. അതുകൊണ്ട് പെണ്ണിന്റെ സ്ത്രീധനം വാങ്ങരുത്, പെണ്ണിന്റെ കണ്ണീര് വീഴരുത്, ഒരു പെണ്ണും വാഹനത്തിൽ പീഡിപ്പിക്കപ്പെടരുത്, ഒരൊറ്റ കയ്യനും ഒരു സൗമ്യമോളെയും കൊന്നൊടുക്കരുത്. അതിനെന്ത് വേണമെന്നറിയോ? അതിന് ഞാൻ 3ാമത് പറയുന്നത് ഇവിടെ ഉണ്ടാവണം. നേരെ ചൊവ്വേ നേരെ നിൽക്കാൻ അന്തസ്സും അഭിമാനവുമുള്ള സുഗതകുമാരി പറഞ്ഞൊരു വാക്കുണ്ട്. ഉയർന്ന ശിരസോടെ, നിവർന്ന നട്ടലോടെ, തെളിഞ്ഞ അഭിമാനത്തോടെ രാജ്യത്ത് സേവിക്കുന്ന ഒരു പൗരത്തുണ്ടാവണം. നിങ്ങൾക്കറിയോ, കരുനാഗപ്പള്ളിയും ചാലക്കുടിയും തമ്മിൽ 3% വ്യത്യാസത്തിലാ കഴിഞ്ഞ കള്ളുകുടി പങ്കിട്ടെടുത്ത്. മനസ്സിലായോ? ഏറ്റവും കൂടുതൽ മദ്യപാനികൾ ചാലിട്ട് കുടിക്കുന്ന സ്ഥലം, ഓവുചാലിട്ടിട്ട് നക്കി കുടിക്കാൻ, അങ്ങനത്തെ ഒരു ജനത ഇവിടെ വളർന്നിട്ടുണ്ട്. കരുനാഗപ്പള്ളി ഏറ്റവും പിറകിലാന്ന് വിചാരിക്കണ്ട, ആ ചാലക്കുടിയുടെ തൊട്ട് പിറകിൽ. പിന്നെ എവിടെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ള പൊന്നാനി 84 മസ്ജിദ് ഉണ്ട് സ്വാമിജി. അവിടെ ഇന്ന് വരെ മദ്യപാനത്തിനെതിരെ ശബ്ദിക്കാൻ മര്യാദയ്ക്ക് എവിടെ ഉസ്താദുമാരുണ്ടായിട്ടില്ല. പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് വിഴുങ്ങുകയല്ലാതെ മനുഷ്യരുടെ മോചനം ലക്ഷ്യം വെച്ചവർ വളരെ കുറവാണ്. നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്ത് തോന്നിയാലും, എന്നെ എതിർക്കണമെന്നോ നിങ്ങൾ എതിർത്തോളൂ, എന്നെ ഉപദ്രവിക്കണമെന്നോ നിങ്ങൾക്ക് ഉപദ്രവിക്കാം. പക്ഷെ നമ്മുടെ അമ്മമാർ മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട്, മകൻ കള്ളു കുടിച്ച് നടയിൽ കയറി വരുമ്പോ അമ്മ ഓടി എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ആ ജന്തു വരുന്നുണ്ട്, എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അവൻ അന്തി ഉറങ്ങിയിട്ടല്ലാതെ എനിക്ക് അവിടെ ചെല്ലാൻ കഴിയില്ല. ആ അമ്മമാരുടെ കണ്ണീരിന് മുമ്പിൽ, ഭാര്യമാരുടെ കണ്ണീരിന് മുമ്പിൽ, മക്കളുടെ കണ്ണീരിന് മുമ്പിൽ സ്നേഹം നൽകേണ്ട കൈകൾ പ്രഹരിച്ച് കവിൾത്തടം പൊട്ടിച്ച മകളുടെ വേദനയുടെ മുമ്പിൽ മദ്യപിക്കരുത് എന്ന് എല്ലാ വേദവും പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പൂര ഉത്സവ ദിനങ്ങളിൽ എല്ലാ മതാഘോഷങ്ങളിലും ഏറ്റവും കൂടുതൽ വിളമ്പപ്പെടുന്നത് മദ്യമല്ലേ? ഏറ്റവും കൂടുതൽ വിളമ്പപ്പെടുന്നത് മയക്കുമരുന്നല്ലേ? നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞു 88 വയസ്സായിട്ടും ആരോഗ്യവാനായി ഞാൻ നിലനിൽക്കുന്നത് മദ്യമില്ല, മയക്കുമരുന്നില്ല, പുകവലിയില്ല. സാധിക്കുമോ? ഇസ്ലാം അതിശക്തമായി വിലക്കി. പ്രവാചകൻ മദ്യമുക്തമായ ഒരു രാജ്യം ഭരിച്ചു, വേശ്യാലയമില്ലാത്ത ഒരു രാജ്യം ഭരിച്ചു, കച്ചവടത്തിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാത്ത ഒരു ജനതയെ വളർത്തി. ഇവിടെ വളരെ പ്രധാനമാണിത്. അതുകൊണ്ട് മദ്യത്തിനെതിരെ ശബ്ദിക്കാൻ, അമ്മമാരുടെ കണ്ണീർ നടത്തി വരുത്താൻ, വയോവൃദ്ധകളായി അങ്ങ് വൃദ്ധസദനത്തിൽ പോയി കരഞ്ഞ് ജീവിതം പാഴാക്കിയ അമ്മയ്ക്ക് വേണ്ടി ഞാനിവിടെ സമർപ്പിക്കട്ടെ മാതൃത്വത്തിന്റെ മഹനീയ സ്നേഹബന്ധങ്ങൾ. അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്നെ വിളിച്ചതിൽ ഞാൻ ഇതിന് നന്ദി പ്രകാശിപ്പിക്കുന്നതോടൊപ്പം സ്വാമിജി പറഞ്ഞ ഒരു പോയിന്റ്, തീവ്രവാദവും ഭീകരവാദവും അരങ്ങ് തകർക്കുന്ന ഒരു ലോകത്ത് ഞാൻ പറയുന്നു ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം സമാധാനമാണ്. എന്റെ താടി കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിക്കും. നിങ്ങൾക്കറിയാലോ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചട്ടമ്പി സ്വാമികളുടെ വലിയ പോസ്റ്ററുകൾ ഇവിടെ കണ്ടു. മനോഹരമായ നീണ്ട താടി, ഗുരു നിത്യ ചൈതന്യതി, മനോഹരമായ നീണ്ട താടി. അതെ, അതുപോലെ രവീന്ദ്രനാഥ് ടാഗോർ നീണ്ട താടിയുള്ളവരാരും കുഴപ്പക്കാരായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികൾ ക്ലീൻ ഷേവുകാരായിരുന്നു എന്നുള്ളതാണ് ലോകം പഠിപ്പിച്ച. മാത്രമല്ല, താടിക്ക് വികാരമുണ്ടോ? താടിക്ക് വിചാരമുണ്ടോ? നിങ്ങൾ ചിന്തിക്കും, താടിക്ക് വിചാരമുണ്ടോ? മനസ്സിലല്ലേ അത്? എന്തുകൊണ്ട് നമ്മൾ ഇതിനെ തെറ്റിദ്ധരിച്ചു? അതെനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. താടി വെച്ച ഒരാൾക്ക് കള്ളുഷാപ്പിന് മുമ്പിൽ ക്യൂ നിൽക്കാൻ പറ്റില്ല. താടി വെച്ച ഒരാൾക്ക് വേശ്യാലയത്തിന് മുമ്പ് ഒരു മൗലവി ഒരു താടി നീട്ടി ഒരു സ്വാമിജി എന്ന് ചോദിക്കുക ആളുകൾ. ഒരു കാഷായ വസ്ത്രവും ഒരു ഇതുവാക്കി വേശ്യാലയത്തിന് മുക്കാൻ ആ സ്വാമിജിക്ക് അടിയിട്ടു. അത് മൗലവിയാണ്, മൗലവിക്ക് അടിയിട്ടും മുസ്ലിയാരാണ്, മുസ്ലിയാർക്കും. കാരണം എന്താ? അവര് ധാർമ്മികതയുടെ കാവലാളുകളാണ്. അപ്പൊ താടി നീട്ടിയാൽ ധാർമ്മികതയ്ക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടും. താടി ഉണ്ടായാൽ വേറൊരു ഉപദ്രവം അതുകൊണ്ടില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ സ്വാമിജിയുടെ ഒരു വാക്കുകൂടെ ഞാൻ കടമെടുക്കുന്നു. അതെന്താ? എന്റെ മതത്തിൽ ശരിക്കുള്ള സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? അതുകൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.
നമുക്കൊരു വലിയ തെറ്റിദ്ധാരണ. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാല് ഇപ്പൊ കാസർഗോഡ് ജില്ലയിലൊക്കെ നടക്കുന്നത്, ക്ഷേത്രത്തിൽ മുസ്ലിങ്ങൾ തെയ്യം ആചരിക്കാം എന്നിട്ട് പറയും മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായി മുസ്ലിം തെയ്യം. അത് മതസൗഹാർദ്ദമല്ല, മതലയനമാണ്. മതലയനം പാപമാണ്, മനുഷ്യ സൗഹാർദ്ദമാണ് നല്ലത്. ഏതുപോലെ ഒരു മദ്യപാനിയുമായിട്ടുള്ള നമ്മുടെ സൗഹാർദ്ദം എങ്ങനെയാ? 1/2 ലിറ്റർ കുടിച്ചോണ്ടാ സൗഹാർദ്ദം? അല്ല. ഒരു തുള്ളി മദ്യപിക്കാതെ അവനെ മദ്യത്തിന് രക്ഷപ്പെടുത്തലാണ് അവനുമായുള്ള സൗഹാർദ്ദം. ശരിയല്ലേ? ഒരു വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്നവനുമായുള്ള സൗഹാർദ്ദം എന്താ? നമ്മൾ ഒരു ദിവസം വ്യഭിചരിച്ചിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക? അല്ല. നേരത്തെ ബഹുമാനനായ ശശിയേട്ടൻ പറഞ്ഞൊരു വാക്ക് ഞാൻ വളരെ ഗൗരവം ശശിയേട്ടനെ പ്രശംസിക്കുന്നു. എന്താ വാക്ക്? മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഏകദൈവാരാധകനും അനവധി ദൈവമുണ്ടെന്ന് വിചാരിക്കുന്നവനും ഒന്നിച്ചു ചേരാൻ കഴിയില്ല. മറിച്ച് അതൊക്കെ വിശ്വസിക്കുന്നതോടൊപ്പം മനുഷ്യ സൗഹാർദ്ദം പറ്റും. പിന്നെ മണിമലയിൽ നിലവിളക്ക് കൊളുത്തി, ഞാൻ കൊളുത്തിയില്ല. ഞാൻ പറഞ്ഞു അത് അഗ്നി ആരാധനയുടെ ഭാഗം, അതിന്റെ വിശ്വാസത്തിനെതിരെ. ഏതുപോലെ ശബരിമലയിൽ പോകുന്ന സമയത്ത് ഹൈന്ദവർക്ക് ഒരു നോമ്പുണ്ട്. അതിന് മുസ്ലിങ്ങൾ ഭക്ഷണം കഴിച്ച് അവർ സ്നേഹത്തോടുകൂടി പറയും ഞങ്ങൾ നോയമ്പാണ്, ഞങ്ങൾക്ക് പാടില്ല. അതിനെ ആരും വർഗീയതയായി തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഒരു ക്രിസ്ത്യാനിയുടെ മതാഘോഷം അവന്റെ ഇഷ്ടത്തിനൊത്ത് വിട്ടുകൊടുക്കില്ലാതെ നമ്മുടെ ഒരു ആഘോഷത്തിൽ പങ്കുചേർന്നത് ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധിക്കുന്നത് നമ്മുടെ ഭരണഘടനക്കെതിരാണ്, മതസ്വാതന്ത്ര്യത്തിനെതിരാണ്. ഞാൻ എന്റെ മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതോടൊപ്പം എനിക്ക് സ്വാമിജിയെ ആലിംഗനം ചെയ്യാൻ കഴിയാം, എനിക്ക് ഫാദറിനെ സ്നേഹിക്കാൻ കഴിയാം, അവർക്ക് വേണ്ടി പടപൊരുതാൻ കഴിയാം. സ്വാമിജി ഒരു പ്രയാസത്തിൽപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ റോട്ടിൽ മറിഞ്ഞു വീണ് കിടക്കുമ്പോ, നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ പിള്ള സാർ പറഞ്ഞല്ലോ, ഒരു റോട്ടിൽ മറിഞ്ഞു വീണ അവന്റെ ജാതി മതം നോക്കാതിരിക്കുക, അവനെ സ്നേഹിക്കുക, അവനെ സംരക്ഷിക്കുക, അവനെ കൊണ്ടെത്തിക്കുക. ഇതാണ് നമ്മൾക്ക് ചെയ്യാനുള്ള സേവനം. അതുകൊണ്ട് എനിക്ക് എന്റെ ശബ്ദം കേട്ട് എനിക്ക് കൂടുതൽ സമയം തന്ന ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം അവസാനിക്കുന്നവരെ ഇരുന്ന സ്വാമിജിയെയും ഫാദറിനെയും പ്രശംസിച്ചുകൊണ്ട്, ഇവിടെ ഇരുന്നവരെല്ലാം പ്രശംസിച്ചുകൊണ്ട് ഒരു അപേക്ഷയുണ്ട് എനിക്ക് നിങ്ങളോട്. നമ്മൾ ഇന്ന് തിരിച്ചു നടക്കണം, വേദത്തിലേക്ക് തിരിച്ചു. നിങ്ങൾ എന്റെ വാചകം കേൾക്കണ്ട, സ്വാമിജിയെ കേൾക്കണ്ട, ഫാദറിനെ കേൾക്കണ്ട. അവരെല്ലാം ഉൾക്കൊണ്ട് പരിചയപ്പെടുത്തിയൊരു വേദല്ലേ, ആ വേദത്തിന്റെ അന്തസാരത്തിലേക്ക് നടന്നാൽ നമ്മൾ എവിടെ എത്താന്നറിയോ? ഒരച്ഛനും അമ്മയും വിശ്രമിച്ചൊരു തറവാട്ടിലെത്തി എല്ലാരും കൂടെ ഒന്നിച്ച്. അവിടുന്ന് സ്വാമിജി ഇങ്ങോട്ട്, ഫാദർ അങ്ങോട്ട്, നമ്മള് എല്ലാരും നിങ്ങളെന്താ അവിടെ? ഞാനും നീ ഒരു അച്ഛന്റെ അമ്മയുടെ മക്കളായിരുന്നു. വേദത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ നമ്മൾ ഇവിടെ എത്തി. അവിടേക്ക് എത്താൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട്, എന്റെ വാക്കുകൾ സാബുദം കേട്ട് നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, എന്റെ വാക്കിൽ എവിടെയെങ്കിലും മൂർച്ചയേറുകയോ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുകയോ ചെയ്താൽ സത്യം പറയണമെന്ന് എന്റെ ആഗ്രഹത്തിലും, ആരും ദൈവസന്നിധിയിൽ ശിക്ഷിക്കപ്പെടരുത് എന്ന എന്റെ ആഗ്രഹത്തിലും, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമുണ്ട് എന്ന് വേദം വളരെ കൃത്യമായി പഠിപ്പിച്ചു. അതോവ പ്രാപ്സസി സ്വർഗം ചിതോവാ മോക്ഷസേ മഹീം. ഒരിക്കലും അർജുന യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇവിടെയല്ല, സ്വർഗരാജ്യത്തിലാണ് പോവുക എന്ന് വേദം കൃത്യമായി പഠിപ്പിക്കുന്നത് കൊണ്ട്, ഖുർആനിലെ 2000 വചനങ്ങളിലൂടെ സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന് പഠിപ്പിക്കുന്നത് കൊണ്ട്, പുകവലിക്കാത്ത, മദ്യപിക്കാത്ത, മയക്കുമരുന്നിന് അടിമപ്പെടാത്ത, ജീവിതത്തിൽ ഒരു തിന്മയും ചെയ്യാത്ത നല്ല മനുഷ്യരായി മാതാപിതാക്കൾ ആദരിക്കുന്ന, ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുന്ന, അവന്റെ വേദഗ്രന്ഥങ്ങൾ താരതമ്യം ചെയ്ത് ദൈവീക ഗ്രന്ഥം ഏതെന്ന് ഉറപ്പുവരുത്തി അത് സ്വീകരിക്കുന്ന, ലോകപ്രവാചകനെ അംഗീകരിക്കുന്ന, പ്രവാചകന്മാരുടെ പാരമ്പര്യം പഠിക്കുന്ന, ഋഷീശ്വരന്മാർ പഠിപ്പിച്ച യഥാർത്ഥ വഴികൾ സ്വീകരിക്കുന്ന ഏറ്റവും നല്ല ദൈവിക മതത്തിന്റെ അനുയായികളായി ചേരണം. അതിനുവേണ്ടി പഠിക്കണം, അന്വേഷിക്കണം. അന്വേഷണം, അന്വേഷിപ്പിൻ, കണ്ടെത്തും, ചോദിപ്പിൻ, നൽകപ്പെടും എന്ന് പറയുന്ന, നമ്മൾ സാധാരണയായി പറയുന്ന ഓം അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള യാത്ര, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്ര. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതാണ്. ഏറ്റവും സത്യത്തെക്കുറിച്ച് കേട്ട്, ഏറ്റവും സത്യത്തെ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ജീവിച്ചാൽ ദൈവത്തിൽ നിന്ന് മാർഗദർശനം ലഭിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ വാചകങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ ചർച്ചയ്ക്കും പഠനത്തിനും മനനത്തിനും ഇത് വിധേയമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഇന്നലകളെപ്പോലെ, ഇന്ന് വൈകുന്നേരം പോലെയുള്ള ഒരു ജീവിതമല്ല ഇനി നമ്മളിൽ നിന്ന് ഈ പ്രഭാഷണത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. പഠിക്കാൻ, മനസ്സിലാക്കാൻ, വിലയിരുത്താൻ, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, ആവശ്യമില്ലാത്ത ചടങ്ങുകൾ ഒഴിവാക്കാൻ, മനുഷ്യർക്ക് ഉപകാരമുള്ള ചടങ്ങുകൾ ഏർപ്പെടുത്താൻ, സംഗീതം കൊണ്ട്, സിനിമ കൊണ്ട്, സീരിയൽ കൊണ്ട് ലോകത്തിന് പ്രത്യേകിച്ച് വലിയ നന്മകളൊന്നും ഉണ്ടായിട്ടില്ല. ഈ വസ്തുത മനസ്സിലാക്കി ശരിക്കും മാനവനെ നന്നാക്കാൻ, നേരത്തെ പറഞ്ഞ ഹൃദയശുദ്ധിയുള്ള നല്ലൊരു മനുഷ്യനെ, കറയില്ലാത്ത, എല്ലാവരെയും സ്നേഹിക്കുന്ന, അലിവുള്ള, അനുകമ്പയുള്ള, ആർദ്രതയുള്ള,
നല്ല മനുഷ്യരെ സൃഷ്ടിക്കാൻ നമ്മുടെ മതപ്രബോധനത്തിന് സാധിക്കുമാറാകട്ടെ. അത്തരം അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ ലോക മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനം എന്ന് വിവേകാനന്ദൻ പറഞ്ഞ ഈ മഹത്തായ ഇന്ത്യ എന്നും പ്രശംസിക്കപ്പെടേണ്ടതാണ്. ആ രാജ്യത്ത് ജനിക്കാൻ കഴിഞ്ഞു എന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പടച്ചതമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലത് കേട്ട് മനസ്സിലാക്കി ജീവിക്കാൻ പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.